നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാറ് പറിച്ച് നടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണുന്നതിന് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പഴയ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ള കൃഷിയുടെ ഫുൾ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ എന്തായാലും ഇത് എങ്ങനെയാണ് ഞാറ് പറിച്ചിട്ട് നമ്മൾ കണ്ടത്തിൽ കൊണ്ടുപോയിട്ട് നടുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് ആദ്യം ഇവർ ഞാറ് പറിച്ച് സൈഡിൽ വെള്ളം വാരാനൊക്കെ വെച്ചതിന് ശേഷം ഇവരിത് കെട്ടിയെടുക്കുമ്പോൾ ഇതിങ്ങനെ അടക്കി വെച്ച് ഒരു കെട്ടിൽ ഇത്ര 25 അല്ലെങ്കിൽ 35 പലരും പല രീതിയിലാണ് കിട്ടുക. പല നാട്ടിലും പല രീതിയിലാണ് ഇത് കൃഷി ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നാട് പറിക്കുന്നതും അതുപോലെ നടണതൊക്കെ പലരും പല രീതിയിലാണ്. ചിലർ മെഷീനിൽ ചെയ്യണവരുണ്ട്, ചിലർ ബംഗാളി ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ തമിഴന്മാരെ ആൾക്കാരെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ തമിഴന്മാരൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ഒന്നും കൂടി അടുത്ത് ചെയ്യും, കൂടുതൽ ഈ ഞാറൊക്കെ കൂടുതൽ വെക്കും എന്നൊക്കെയാണ് അവർ പറയണത്. ഇപ്പോൾ ഇവരും അതുപോലെയൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലിപ്പോൾ അങ്ങനെ തമിഴന്മാർ അങ്ങനെ ബംഗാളികൾ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അടിപൊളിയായിട്ട് തന്നെ ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവർക്ക് നാളെയും വർക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ എത്രയും നന്നാക്കി ചെയ്യാൻ തന്നെ ഇവർ ശ്രമിക്കുക. പിന്നെ പല സ്ഥലങ്ങളിലും പല പൈസ ഓരോ സ്ഥലത്തിന് ഓരോ ഏക്കർക്ക് ഇത്ര പണിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തും പല രീതിയിൽ ആണ് അതിൻ്റെ കണക്കുകൾ. എന്തായാലും നിങ്ങൾ ഇവരിത് കെട്ടുന്ന സമയത്ത് ഇതേപോലെ ഇവരെ കയറ് വലിച്ച് ഇങ്ങനെ പിടിച്ച് ടൈറ്റാക്കിയിട്ടാണ് അത് കെട്ടുക. അപ്പോൾ ടൈറ്റാക്കി കെട്ടുന്ന സമയത്ത് ഇവരെ കയറ് കട്ടായിട്ട് ലൂസായി അങ്ങനെയൊക്കെ ആയിട്ട് ഇവരിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നടക്കട്ടെ. നമ്മൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ വീഡിയോ കാണുക. നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക. നമ്മൾ ഏത് രീതിയിലുള്ള വീഡിയോകളും നമ്മൾ ഇടുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടർച്ചയായുള്ള ഭാഗങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് അതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇവരിങ്ങനെ ഞാറിങ്ങനെ കറക്റ്റായിട്ട് ചുറ്റി കൊടുന്നിട്ട് ആ കയറിൻ്റെ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ടാണ് ഇവരിത് കെട്ടുന്നത്. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും അങ്ങനെ അഴിഞ്ഞു പോരില്ല. അത് അവരെ തന്നെ അയക്കണം. അങ്ങനെ വെച്ചാൽ നല്ല ടൈറ്റിലാണ് ഇത് വെക്കുക. പിന്നെ ഞാറ് ഒന്ന് ഇളകുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒന്ന് ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് വെക്കുക. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭാഗം ഇടുന്നത്. പിന്നെ ഈ ഞാറ് നമ്മൾ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാറ് നമ്മൾ വിത്തിട്ടതിൻ്റെ ശേഷം നമ്മൾ 21 അല്ലെങ്കിൽ 22 പലരും പല രീതിയിലാണ് ഞാറ് നടാൻ പോകുക. എന്ന് വെച്ചാൽ നെല്ലിൻ്റെ ഈ ഞാറിൻ്റെ കരുത്തനുസരിച്ചിട്ട് ചെയ്യും. ചിലവർ 20, 25 നമ്മൾ നല്ലൊരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25, 20 ഉള്ളിലാണ് ഇത് നടന്നത്. 22 അതൊക്കെയാണ് നല്ല ഈ ഞാറിൻ്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ നല്ലത്. അപ്പോൾ നമ്മളൊരു 25-നാണ് ഈ ഞാറ് പറിക്കുന്നത്. നമ്മളെ കണ്ടത്തിൽ വെള്ളം പറ്റാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തായാലും അതൊക്കെ കുഴപ്പമില്ല. പിന്നെ കൂടുതൽ നമ്മൾ അങ്ങോട്ട് പോകും തോറും എന്താ പ്രശ്നം വെച്ചാൽ ഞാറിൻ്റെ മൂപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് 1 മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഇത് നമ്മൾ ഞാറ് പറിച്ച് കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും അവിടുന്ന് വീണ്ടും 1 മുതൽ തുടങ്ങി അത് നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ വീണ്ടും വെച്ച് വരുമ്പോഴത്തേനും സമയം നമുക്ക് ഒരുപാട് നഷ്ടം വരും. അപ്പം അതിനേക്കാൾ നല്ലത് നമ്മൾ ആ ഒരു സമയം കണ്ടെത്തിയിട്ട് നമ്മളൊരു 25 ആ ഒരു സമയത്തിൽ നമ്മൾ നടുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മളെ ഞാറൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുക, നമ്മളെ കണ്ടത്തിൽ കൊണ്ടുപോയിട്ട് വെച്ചതിൻ്റെ ശേഷം നമ്മളിത് നടന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും ഉണർത്തുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളിത് ഞാറ് കൊണ്ടുപോയി അവിടെ ഇറക്കിയിട്ട് നമുക്ക് കണ്ടത്തിലേക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഞാറ് ഇറക്കാനുള്ള സ്ഥലത്തെത്തി. അപ്പോൾ നമ്മൾ ഞാറ് ഇറക്കുകയാണ്. ഞാറ് ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ കൊണ്ടുപോയി കണ്ടത്തിൽ ആദ്യം ഇടും. കണ്ടത്തിൽ ഇട്ടിട്ട് അവിടെ അങ്ങോട്ടും കൊണ്ടൊക്കെ എറിഞ്ഞ് ഒരു ശരിക്കും പരത്തിയിട്ട് അതിൻ്റെ ശേഷം എന്തെയ്യുന്നു നമ്മളൊരു 3-4 ഞാറ് ഇവർ ഇതിൽ നിന്ന് എടുത്തിട്ട് കെട്ടിന്ന് എടുത്തിട്ട് ഇങ്ങനെ കുത്തി വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ ഇനി കണ്ടുവരാം.
ഇവർ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 7 അല്ലെങ്കിൽ 10 12 പേര് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവർ സാധാരണ വരാറ്. മൊത്തത്തിൽ ആകെ തിരക്കായതുകൊണ്ട് ഇവരാകെ 5 പേരെ വന്നിട്ടുള്ളൂ. സാധാരണ ഇവർ 12 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഒരു ഏക്കറൊക്കെ പണിയാൻ ആകെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇവർക്ക് ടൈം മതി. അതാണ് ഇവരെ നമുക്ക് വിളിച്ചാലുള്ള ഗുണം. അതോ പെട്ടെന്ന് പണി കഴിയും. പിന്നെ അതുപോലെ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് ഇവർ ഞാറ് നട്ട് തരുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പുറത്ത് കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഓൾറെഡി ഞാറ് നട്ടിട്ട് കിടക്കുന്നതാണ്. ഈ പച്ചപ്പായി കാണുന്ന സ്ഥലങ്ങളൊക്കെ ഓൾറെഡി ഞാറ് നട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇനി ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാറ് നടാത്തതുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ തോടിൻ്റെ അരിഭാഗത്ത് നിൽക്കുന്ന കണ്ടത്തിലൊക്കെ ഓൾറെഡി നട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ചെറിയ ഞാറായതുകൊണ്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെയുള്ള നടണ ഭാഗങ്ങളൊക്കെ ഇനി കാണാം. നമുക്ക് അതിലേക്ക് ഇത് കണ്ടത്തിൽ കൊടുന്നിട്ട് ഇവരാകെ ഇതിലിങ്ങനെ പരത്തിയിടും. അതിന് ശേഷം ഇവരൊരു കയർ കെട്ടിയിട്ട് നമുക്ക് നടക്കാൻ വേണ്ടി കണ്ണി എടുക്കുക എന്ന് പറയും. അത് ഇങ്ങനെ ഒരു കയറ് നീളനെ കെട്ടി വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ ചുറ്റുപോകം ഇങ്ങനെ കുത്തിയിട്ട് കണ്ട അവർ നേർന്ന് നടക്കണുണ്ടോ. അതിൻ്റെ ശേഷമാണ് ഇവർ കണ്ടത്തിൽ മൊത്തത്തിൽ പരന്ന് ഇത് കുത്തി വെക്കുക. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കയറ് വെച്ചതിൻ്റെ ശേഷം ആ കയറിൻ്റെ അടുത്ത് ഇങ്ങനെ നീളനെ കുത്തി പോകും. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് വളം ഇടാനോ അല്ലെങ്കിൽ മരുന്നടിക്കാനോ അതിനുള്ള സമയത്തൊക്കെ ഇവർക്ക് ഇതിൽ നമുക്ക് നടക്കാനൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ കണ്ണെടുത്തിടുന്നത്. പിന്നെ ഇതങ്ങനെ ഈ ഒരു ഗ്യാപ്പിൽ ഒരു കയ്യിൻ്റെ ഇതിലൊരു 5 എണ്ണം 3 എണ്ണം വരെ ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ഇവർ നട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ നടുന്ന രീതികളൊക്കെ. നെൽകൃഷിയിൽ പല ആൾക്കാർക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാത്തവർ കുറേ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് മൊത്തം വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിലായിട്ട് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെയുള്ള വീഡിയോ എന്ന് വെച്ചാൽ ഈ സാധാരണ കൃഷി ചെയ്യണത് ഒരു 4 മാസമൊക്കെ ഗ്യാപ്പിലാണ് കൃഷി ചെയ്യുക. അപ്പോൾ ആ കൃഷി ചെയ്യണത് 4 മാസത്തെ തുടക്കത്തിലുള്ളത് കൊയ്യുന്ന വരെയുള്ള വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ യൂട്യൂബിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത്രത്തോളം ലെങ്ത് വീഡിയോ. ആ ഒരു വീഡിയോ നമ്മൾ ചുരുക്കി ഒരു 30-35 മിനിറ്റ് 40 മിനിറ്റിനുള്ളിൽ നമ്മൾ ഒതുക്കി ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. അത് കാണുന്നതിന് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പോവുക, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നടുന്ന ആ ഒരു രീതിയൊക്കെ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇതുപോലെ നമ്മൾ നല്ല വീഡിയോകളൊക്കെ നമ്മളെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.